Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oppo A12 PUBG ഗെയിമിംഗ് റിവ്യൂ ആണ്. നമുക്ക് എത്ര ഫ്രെയിം റേറ്റിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, നല്ലൊരു ഗ്രാഫിക്സ് ലെവലിൽ നമുക്ക് PUBG Oppo A12 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, നമ്മൾ ഗെയിം കളിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോ, ഫ്രെയിം ഡ്രോപ്സ്, ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, മര്യാദയ്ക്ക് നമുക്ക് ഗെയിമിംഗ് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. Oppo A12 PUBG ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോകാം. നമ്മൾ ഗെയിം കളിച്ചു തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 94% ആണ്, ടെമ്പറേച്ചർ 29 ഡിഗ്രി ആണ്. നമുക്ക് PUBG Oppo A12 ഡിഫോൾട്ട് സെറ്റിങ്സ് വരുന്നത് സ്മൂത്ത് ഗ്രാഫിക്സ്, മീഡിയം ഫ്രെയിം റേറ്റ് ആണ്. നമുക്ക് ഹൈ ഫ്രെയിം റേറ്റിൽ കളിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. മാക്സിമം ഗ്രാഫിക്സ് ലെവൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ബാലൻസ്ഡ് ഗ്രാഫിക്സ് ലെവലാണ്. Oppo A12 Helio P35 ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4230 mAh ബാറ്ററി, 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ. നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഡിവൈസുകൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് ഫോണാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ബാറ്ററി ലെവൽ നമുക്ക് പല ഡിവൈസുകളിൽ ലഭിക്കുന്നുണ്ട്. Realme Narzo 10 നമുക്ക് കുറച്ചും കൂടി ഗെയിമിംഗ് പെർഫോമൻസ് തരുന്നുണ്ട്. പോരാത്തതിന് ഒരു 1000 രൂപ കുറവുമാണ്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സെഗ്മെൻറ്റിൽ 9000-10000 രൂപ ബഡ്ജറ്റ് എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും Oppo A12 ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും മോശം പൊസിഷൻ അല്ല, എന്ന ഒരു ടോപ്പ് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം ഒരു ആവറേജ് ഗെയിമിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഓൾറെഡി നമുക്ക് ഗ്രാഫിക്സ് ലെവൽ തീരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രെയിം റേറ്റോ ഹൈ ഫ്രെയിം റേറ്റിൽ കളിക്കാനായിട്ട് സാധിക്കില്ല. ഡിസ്പ്ലേയുടെ കേസ് ഓക്കെയാണ്. 6.22 ഇഞ്ചിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ നമുക്ക് Oppo A12 ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് നമുക്ക് അത്ര സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല Oppo A12. നമുക്ക് PUBG Oppo A12 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ്, അതുപോലെ തന്നെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നത് വളരെ കുറവാണ്. ഓൾറെഡി ഡിഫോൾട്ട് സെറ്റിങ്സിലാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ഗ്രാഫിക്സ് ലെവലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് നമുക്ക് മീഡിയം ഫ്രെയിം റേറ്റിലാണ് കളിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി നല്ല ഡിവൈസുകൾ കളിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബെറ്റർ ഗ്രാഫിക്സ് ലെവലിൽ, ഇപ്പോൾ ബാലൻസ്ഡ് അല്ലെങ്കിൽ HD ഗ്രാഫിക്സ് ലെവലിൽ ഹൈ ഫ്രെയിം റേറ്റിലൊക്കെ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഡിവൈസിൽ കളിക്കുമ്പോൾ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് അത്ര പൂർണ്ണമായിട്ട് ലഭിക്കില്ല. വളരെയധികം ഡിസാറ്റിസ്ഫൈഡ് ആവാനാണ് സാധ്യത. കാരണം ഓൾറെഡി നല്ലൊരു ഡിവൈസിൽ കളിച്ചിട്ട് ഇത്തരം രീതിയിലേക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇത് കിട്ടില്ല. പക്ഷേ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ Oppo A12 10000 ബഡ്ജറ്റിൽ ഇറങ്ങുന്നു. ക്യാമറ കുഴപ്പമില്ല, മറ്റ് കോമൺ ഫാക്ടേഴ്സ് വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ഗെയിമിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത്ര നല്ലൊരു ഡിവൈസ് അല്ല. നമുക്ക് ഈ ഒരു 10000 രൂപ ബഡ്ജറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബെറ്റർ ഡിവൈസുകൾ ലഭിക്കുന്നുണ്ട്. Vivo U10 ആണെങ്കിലും Redmi 8 ആണെങ്കിലും Narzo 10 അത്ര ഡിവൈസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് Narzo 10, അതുപോലെ തന്നെ M21, സാംസങ്ങിൻ്റെ M21 അത്ര ഡിവൈസുകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ കുറേ കൂടി നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫോൺ അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. ബാറ്ററി കൺസംഷൻ ഒരു മീഡിയം ലെവലിലാണ്.
പക്ഷേ എന്നിരുന്നാലും ടെമ്പറേച്ചർ തീർച്ചയായിട്ടും ഫോൺ അത്യാവശ്യം ഒരു ഹീറ്റിംഗ് ഉണ്ട്. നമുക്ക് ഗെയിം കളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ലെവൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മളിത് ഏകദേശം ഒരു 20-25 മിനിറ്റാണ് ഗെയിം കളിച്ചത്. അത്ര നേരം കളിച്ചപ്പോൾ നമുക്ക് ബാറ്ററി കൺസപ്ഷൻ 87% ഇപ്പോഴത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 7% ബാറ്ററിയാണ് കുറഞ്ഞിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഓക്കെയാണ്. 4230 mAh ബാറ്ററി ഉള്ളൂ. അത് സ്വാഭാവികമായിട്ട് അത്രയും വേരിയേഷൻ വരും. പക്ഷേ നമുക്ക് ഹീറ്റിങ്ങിൻ്റെ കേസ് വരാണെങ്കിൽ 41 ഡിഗ്രി ഉണ്ട്. റൂം ടെമ്പറേച്ചർ 28 ഡിഗ്രിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഹീറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 44 വരെ ഫോൺ ഹീറ്റ് ആവാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഗിവ് അവേയിൽ പങ്കെടുത്തൊക്കെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.